ഹലോ, ഇന്നത്തെ എൻ്റെ യാത്ര ബോഗൺവില്ല, അതായത് നമ്മുടെ കടലാസ് പൂ നഴ്സറിയിലേക്കാണ് കേട്ടോ. പൂക്കളെ ഇഷ്ടമില്ലാത്തവരാരല്ലേ? കാണാൻ വളരെ മനോഹരമാണെങ്കിലും അതിനെ അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കാൻ ക്ഷമയും നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഈ പറയുന്ന പോലെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഒത്തിരി കടലാസ് പൂ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയധികം വെറൈറ്റി ഒക്കെ കാണുന്നത് ഇതാ നമ്മുടെ അന്നാസ് ബോഗൺവില്ലയിൽ വന്നപ്പോഴാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, 3000-ലധികം കടലാസ് പൂക്കൾ നിറഞ്ഞ ഒരു നഴ്സറിയാണ് കേട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും കളർഫുള്ളായിട്ട് കണ്ടില്ലേ, കണ്ണിന് നല്ലൊരു കുളിർമയേകുന്ന ഒരു സംഭവമാണ് ഇത്. ഇതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് പൂക്കൾ വന്നതേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇലകൾ കാണാൻ പറ്റില്ല, അത്രയധികം പൂക്കൾ നിറഞ്ഞിട്ട് നല്ലൊരു എന്താ പറയുക, അടിപൊളി സീനറി തന്നെയായിരിക്കും. അപ്പോൾ ഒന്നിൽ തന്നെ പല നിറത്തിലുള്ളവ ബഡ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ 4-5 കളറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവരത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബഡ് ചെയ്തിട്ട്. ഇപ്പോൾ കുറേ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാടെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചട്ടിയിലാക്കിയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പം കുറച്ച് ആയതേ ഉള്ളൂ ചെയ്തിട്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് അധികം മഴയും കാര്യങ്ങളൊന്നും കൊള്ളാൻ പാടത്തില്ല. പക്ഷെ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പിന്നെന്താ പറയുക, അത് നല്ലൊരു ഇതായിട്ട് വളരുന്നതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല, അപ്പം എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടാ. അതുപോലെ തന്നെ പേരൊന്നും ഒരുപാട് പേരുകൾ പറഞ്ഞു തന്നു, എനിക്കതിൽ കുറച്ച് പേര് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. അതായത് നമ്മളെ എന്താ പറയുക, എന്തെല്ലാം ഗോൾഡൻ റാവു, മഹാറാണി, പിന്നെ ഫ്ലെയിം റെഡ്, എന്താ മാജിക് ഐസ്ക്രീം, പിന്നെ യെല്ലോ ഫോക്സ്, ക്രിസ്റ്റീനിയ, സ്വീറ്റ് ഹാർട്ട്. എൻ്റെ അമ്മോ, ഞാനൊക്കെ ഐസ്ക്രീമിൻ്റെ പേര് പോലെയാണ്, മറ്റേ കേക്കിൻ്റെ ഒക്കെ പേര് പോലെയാണ് നമ്മുടെ ഈ സംഭവത്തിനൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു സക്യൂറ പ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. ഈ തൂക്കിയിട്ടതൊക്കെ ഇത് ഇതുപോലെ തന്നെ കൊടുക്കും. ഇത് കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഫ്ലവർ ആയിരിക്കും. കാരണം ഇല കാണാൻ പറ്റില്ല, അപ്പോൾ ചെടിച്ചട്ടി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു ഹോൾസും കാര്യങ്ങളൊക്കെ, ഇപ്പം നമുക്ക് 2-3 ദിവസം സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനൊക്കെ ഈ പറയുന്ന പോലെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാവും. ഇപ്പം ഞാനാണെങ്കിലും എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധനവും നല്ല രീതിയിൽ വളരുമല്ലോ അല്ലേ. ചെടിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയല്ലേ, കൃത്യമായ രീതിയിലുള്ള പരിപാലനം കിട്ടണം. അപ്പോൾ ഇതൊക്കെ കാണാനും ഈ സംഭവമൊക്കെ പഠിക്കാനും പറ്റി എനിക്ക് കുറച്ചിലധികം. കാരണം ചെടികളെക്കുറിച്ച് നമ്മൾ കാണുന്ന പോലെയല്ല, നിസ്സാരമല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ അവരെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ അവിടെ വരെ ഒന്ന് പോയി നോക്കുക. ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപുഴയിൽ നിന്നും 1 കിലോമീറ്റർ കറക്റ്റ് മുനിയംകുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് നടത്തിക്കൊണ്ട് വരുന്നത് ജിസ് ചേട്ടനാണ്. അപ്പോൾ അവർ ഫാമിലിയൊക്കെ നല്ലപോലെ എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ ഇനിയും പ്ലാൻസും പിന്നെ ഒത്തിരി സ്ഥലം അവർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ ഈ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അതൊക്കെ ഫ്ലവർ ആവണത്രേ. പിന്നെ കുറേ എണ്ണം എന്നുള്ളത് കട്ട് ചെയ്യാൻ പാകത്തിലുള്ളത് മാറ്റി വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തരംതിരിച്ച് ഓരോരോ ഇതായിട്ടാണ് അവർ ലെയർ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേണമെന്നുള്ളവർ അവരുമായിട്ട്